നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ നമ്മുടെ ക്യാബേജൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് കുറേ കരികിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വാരി ഒരു ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഈ കരികിലൊക്കെ ആണെങ്കിലും ഒന്നും കളയാനല്ല കേട്ടോ, ഒന്നും കത്തിച്ചും കളയാറില്ല. ഇതൊക്കെ ഇതുപോലെ അടിച്ചൊക്കെ വാരിയിട്ട് മുറ്റടിക്കുന്നതൊക്കെ ഇതുപോലെ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ട് ചാക്കിനകത്തൊക്കെ എടുത്ത് വെക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴും അതുപോലെ ഇപ്പം നല്ല വേനൽക്കാലമല്ലേ വരുന്നത്. ഇനിയിപ്പം നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നനയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തണുപ്പ് നിൽക്കും. ഒരു നേരം നനച്ച് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് കരിയിലൊന്നും കത്തിച്ച് കളയാറില്ല, ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ചാക്കിലൊക്കെ ആക്കി എടുത്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ക്യാബേജ്, അതായത് നമ്മുടെ വയലറ്റ് ക്യാബേജും ഉണ്ട്, നമ്മുടെ സാധാ ക്യാബേജും ഉണ്ട് കേട്ടോ. ഒക്കെ ഗ്രോ ബാഗിൽ, അതായത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിമൻറ്റ് ചാക്ക് അടിവശം കെട്ടി നമ്മുടെ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉണ്ടാക്കിയ നമ്മുടെ ഗ്രോ ബാഗിൽ, അതായത് സിമൻറ്റ് ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഗ്രോ ബാഗിലാട്ടോ നമ്മുടെ ക്യാബേജ് നട്ടേക്കുന്നത്. ഇതുണ്ടല്ലേ, അതും നല്ല രീതിയിൽ കരിയിലയും ചാണകപ്പൊടിയും അതേപോലെ കോഴിവളവും ഒക്കെ ഇട്ടിട്ട് വലിയ വലിയ വളങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ ഇതുപോലെ കായ്ച്ച്, അതായത് ഇലകളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴേ ചിലർക്കൊക്കെ വലിയ അത്ഭുതമാണ് കേട്ടോ. കാരണം നമ്മുടെ ക്യാബേജൊക്കെ കടകളിലൊക്കെ ഇരിക്കുന്നത് മാത്രം കണ്ടിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയിലൊക്കെ കാണാറുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ക്യാബേജൊക്കെ കായ്ച്ച് നിൽക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നേരിട്ട് വീടുകളിലൊന്നും ഇതുപോലെ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒന്നും നിൽക്കുന്നത് കാണാത്തവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ അത്ഭുതമാണല്ലേ. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഇതുപോലുള്ള ക്യാബേജ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നമ്മുടെ വയലറ്റ് ക്യാബേജും കൊണ്ടുപോയി നട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കരികിലയൊക്കെ ആണെങ്കിലും എടുത്ത് വെച്ചാലേ നമുക്ക് നല്ല വേനലല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ ചുവട്ടിലിട്ട് കൊടുത്താൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തണുപ്പ് നിൽക്കുകയും ചെയ്യും, നല്ല വേരോട്ടം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കരികിലയൊക്കെ തൂത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുഴുവിൻ്റെ കാര്യമാണ്. അപ്പോൾ പുഴുവാണെങ്കിലും നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഡെയിലി വന്നിട്ട് ഇതിൽ ചുവടും ഇലകളും ഒക്കെ ഒന്ന് നോക്കി വൃത്തിയാക്കി എടുക്കുകയും വേണം. അപ്പോൾ ഇതാ കരികിലയൊക്കെ കണ്ടില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കുന്ന സമയത്ത് അതിന് ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ട് നനച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു റൈസൊക്കെ നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വേനലാകുമ്പം നല്ല രീതിയിൽ ചൂടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇതിൽ ചുവട്ടിലെ പഴുത്ത ഇലകളും വാടിയ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ഇതിലെ ഇലകളൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നമ്മൾ മണ്ണിലൊക്കെ നട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ നട്ടതാണ് നമ്മുടെ ഈ ഒരു സിമൻറ്റ് ചാക്കിൽ. ഇതുണ്ടല്ലേ, ഒക്കെ ഇലകളൊക്കെ കൂടി വരുന്നുണ്ട്. നല്ല രീതിയിൽ അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പം എന്നല്ല, കാരണം നമ്മൾ ജൈവവളങ്ങളൊക്കെയാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കടലപ്പിണ്ണാക്കും അതുപോലെ പച്ചച്ചാണകമൊക്കെ പുളിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ അർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി അതുപോലെ മറ്റ് നമ്മൾ പച്ചില വെച്ചിട്ടുള്ള സ്ലറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ മാത്രം ചെയ്തിട്ട് കിട്ടുന്ന നമ്മുടെ കുഞ്ഞ് ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോളിഫ്ലവർ നട്ടിട്ടുണ്ടായിരുന്നു, അത് പൂവിടാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിതായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതും ഇനി നല്ല വലിപ്പം വെക്കുന്ന ടൈപ്പാണ്, അതും നമ്മുടെ സിമൻറ്റ് ചാക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമില്ലേ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വയലറ്റ് ക്യാബേജും നമ്മുടെ സാധാ ക്യാബേജും ഒക്കെ ഇതുപോലെ നിൽക്കുന്നത്. ഈ ഒരു ക്യാബേജിൻ്റെ പ്രത്യേകത കണ്ടോ, ഒറ്റൊരു തൈ നട്ടതായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു തണ്ടയിൽ നിന്ന് തന്നെ വേറൊരു തൈയും കൊടുക്കണ്ടോ, കിളിർത്ത് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്നിന് വലിപ്പം കുറവാണ്, ഒന്ന് നല്ല വലിപ്പത്തിലുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാകും. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ തണ്ടിൻ്റെ ഇത്തിരി മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ നനച്ച് കൊടുത്താലേ വീണ്ടും അത് പൊട്ടിക്കിളിർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് 2 തൈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തൈകൾ കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ജൈവ രീതിയിലുള്ള ഇതുപോലെ ടേസ്റ്റായിട്ടുള്ളത് കഴിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ഞാൻ മണ്ണിൽ നട്ട് ഏകദേശം റെഡിയായി വരുന്നൊരു ക്യാബേജാണ് കേട്ടോ. അത് ഞാൻ മണ്ണിൽ നട്ടതാണ്. ഇത് കണ്ടോ, ഞാൻ ഒരു വേസ്റ്റായി കിടന്ന ഒരു ബോട്ടിലുണ്ടായിരുന്നു, ആ ബോട്ടിലിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് അതിലും ക്യാബേജ് നട്ട് കൊടുത്തു. അതും ഇലകളൊക്കെ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കഴിക്കുന്നതിലും ഒരുപാട് സന്തോഷം ഇതിങ്ങനെ നിൽക്കുന്നതിലാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് ഇതുപോലെ നിൽക്കുന്നതിലാണ് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലുള്ള പൊട്ടിയ ബക്കറ്റാണേലും ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ക്യാബേജൊക്കെ നട്ട് വിളവെടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ കൃഷി? ഇഷ്ടമായോ?